ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പം നല്ല മഴയാണല്ലേ, നല്ല കോരി ചൊരിയണ മഴ. അപ്പം എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം മക്കൾക്കും സ്കൂളും മദ്രസൊക്കെ അവധിയാണല്ലോ, അപ്പം കളിക്കാനൊന്നും പോകാനയക്കാതൊക്കെ വീട്ടിലിരിക്കുകയാണ്. അപ്പം നല്ല ഈ കോരി ചൊരിഞ്ഞ മഴത്ത് നല്ല ചൂടുള്ള മന്തി ഉണ്ടാക്കാൻ വിചാരിച്ചുകൊണ്ട് ചിക്കനൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ 2 കിലോ ചിക്കനൊക്കെ നല്ല മന്തിൻ്റെ പീസാക്കിയാണ്ട് വലിയ വലിയ പീസാക്കിയാണ്ട് വെട്ടിയിട്ട് കൊണ്ടുവന്നിക്കണേ. അതേപോലെ 1 kg അരിയും വെച്ചുകൊണ്ടാട്ടെ ഞാൻ ചെയ്യണത് കാണിക്കണത്. അപ്പോൾ പല പല വെറൈറ്റി മന്തികളാണല്ലോ അല്ലേ, മന്തിയൊക്കെ പല വിധത്തിലും ഉണ്ടാക്കും. അപ്പം ഞാൻ ഉണ്ടാക്കണ ഇന്നത്തെ രീതി ഒന്ന് കാണിച്ചു തന്നത് മാത്രം കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ക്ലീൻ ചെയ്ത് വരാൻ വേണ്ടി കണ്ട് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് 5 മിനിറ്റിലിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ നല്ല വൃത്തിയായി കിട്ടും. വൺ kg അരി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉച്ചക്കും അതേപോലെ രാത്രിക്കൊക്കെ പിന്നെ അധികം ആരും കഴിക്കൂല. അപ്പം 1 kg ഉണ്ടെങ്കിൽ ഉണ്ടാവും. പിന്നെ സ്കൂളും ഒന്നുമില്ലല്ലോ, ഒക്കെ ഇവിടെ വീട്ടിലുള്ളതല്ലേ. അപ്പോൾ ഞാൻ എന്താട്ടി കുറച്ചരിയും കൂടി ഇവിടെ ബാലൻസ് ഉണ്ടായി കേട്ടോ, അതും കൂടി അതിക്ക് ഇട്ടെടുത്തങ്ങാണ്ട് ഒന്ന് നല്ലോണം ഒന്ന് വാഷ് ചെയ്തങ്ങാണ്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കാൻ കേട്ടോ. ഇത് വൈറ്റ് ബസ്മതി റൈസാണ്. അതേപോലെ ഒരു ഗോൾഡൻ കളർ ഉണ്ടല്ലോ, അതാണെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വെള്ളത്തിലിടണം. ഇതാവുമ്പം ഒരു അരമണിക്കൂറൊക്കെ വെള്ളത്തിലിട്ടാൽ മതി. അപ്പോൾ ഇത് വൈറ്റ് അരിയാണ് കേട്ടോ, ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ്. അപ്പോൾ ഇതൊന്ന് നല്ലോണം വാഷ് ചെയ്ത് കണ്ട് നമുക്കൊന്ന് വെള്ളത്തിലിട്ടേക്കാം. ഞാനൊരു അരമണിക്കൂർ മാത്രമേ വെള്ളത്തിലിട്ട് വെക്കണുള്ളൂ. നമുക്ക് അരി കുതിരാൻ വെക്കണ സമയം കൊണ്ടേക്കുള്ള മസാലകളൊക്കെ തയ്യാറാക്കാം. അപ്പോൾ ഞാൻ 2 സവാള ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ചിക്കനെ 1 മണിക്കൂർ മുന്നേ കായം പുരട്ടി വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിക്കാറത്. ഞാൻ പെട്ടെന്ന് ചെയ്തെടുത്തിരിക്കണത് ഒരു 12 മണിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ. എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അതിന് ഉണ്ടാക്കാൻ നിൽക്കുന്നത്. അങ്ങനെ സവാള ചോപ്പ് ചെയ്തത് അതിക്ക് ഇട്ട് കൊടുത്തിട്ടോ. ഇനി നമ്മളെ ക്യാപ്സിക്കം ഉണ്ടല്ലോ, അപ്പോൾ വലിയൊരു ക്യാപ്സിക്കം അതും ചോപ്പ് ചെയ്തങ്ങാണ്ട് അങ്ങനെ അതും ഇട്ട് കൊടുക്കുകയാണ്. ഇനി 2 തക്കാളി, ഈ തക്കാളി സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, അതെന്തായാലും ഇട്ട് കൊടുക്കണം. അതും ചോപ്പ് ചെയ്തത് അങ്ങനെ അതും ഇട്ട് കൊടുക്കുക. വലിയൊരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 മാഗി കട്ട, അതേപോലെ ഈ മന്തി മസാലൻ്റെ പൊടി ഉണ്ടല്ലോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, അത് 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മാഗി കട്ട ഉണ്ടല്ലോ അതൊക്കെ നല്ലോണം കൈ വെച്ചുകൊണ്ട് ഞെരടിയിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ 2 ഉണക്കനാരങ്ങ ഇട്ട് കൊടുത്തിക്കണം. അതേപോലെ ഇതും സ്കിപ്പ് ചെയ്യുക കേട്ടോ, ഇത് ഓപ്ഷണലാണ്. റെഡ് കളറ് മന്തി അല്ല, അപ്പോൾ കുറച്ചൊക്കെ കളർ വേണ്ട വിചാരിച്ചാണ്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
സൺഫ്ലവർ ഓയിൽ ഞാൻ ഒരു കപ്പ് ഓയിലാട്ടതൊക്കെ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉപ്പ് മാഗി കട്ട ഇട്ടതുകൊണ്ട് ഉപ്പ് അതിൽ കുറച്ച് കമ്മിയേ ഉള്ളൂ കേട്ടോ. ഉപ്പിടേണ്ട ആവശ്യം ഉണ്ടാവില്ല. എനിക്ക് കുറച്ച് കമ്മി തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ ഒരു സംഭവം ഇടാൻ മറന്നിക്കണം കേട്ടോ, കുരുമുളകിൻ്റെ പൊടി അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ ഞാൻ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. എനിക്കിപ്പോൾ അതിനൊന്നും സമയമില്ല. ഞാൻ നേരിട്ട് ഗ്യാസ് സ്റ്റൗമ്മക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടുങ്ങാണ്ട് നമുക്കൊന്ന് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോഴേ നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് നമുക്ക് ചിക്കനൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ 2 ഭാഗം തിരിച്ചിട്ടുങ്ങാണ്ട് ഒരു 5 മിനിറ്റ് പിന്നെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് തന്നെ കടന്നുങ്ങാണ്ട് നമ്മളെ ചിക്കനൊക്കെ ഒന്ന് കുക്കാവും. അപ്പോൾ അത് നമ്മൾ അരി തിളപ്പിച്ചിട്ടാണ് വെള്ളമൊക്കെ ഞാൻ ഈസി കുക്കുമ്പോൾ വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് അരമണിക്കൂർ കുതിരാൻ വെച്ച അരിയൊക്കെ ഞാൻ കഴുകി ഊറ്റി വെച്ചിന് കേട്ടോ. കഴുകി ഊറ്റി വെക്കല്ല, അതിന് തന്നെ കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ടത്. അപ്പോൾ ഞാനൊന്ന് ഊറ്റിയെടുത്തുകൊണ്ട് പിന്നെ വെള്ളം തിളച്ചപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ടെടുത്തു. അപ്പോൾ അതിലേക്ക് ഞാൻ ഉപ്പും ഗ്രാമ്പു പട്ട ഏലക്ക ചെറിയ ജീരകം പച്ചമല്ലി കുരുമുളക് ഇതാണ് ഇട്ടെടുത്തത്. കുരുമുളക് ഇട്ടെടുത്തിട്ടില്ല, കുരുമുളകിൻ്റെ കയ്യിലില്ലേ ഇനി, അതുകൊണ്ട് ഞാൻ കുരുമുളക് സ്കിപ്പ് ചെയ്തിക്കണം. ഈ വെള്ളത്തേക്ക് ഒരു പീസ് മാഗി കട്ട് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തേക്കണ്. അതേപോലെ പൊടിക്കാത്ത കുരുമുളക് 1 ടേബിൾ സ്പൂൺ അതും ഇട്ട് കൊടുക്കുക. നിറഞ്ഞ് വന്നിട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അതിന് മുക്കിയെടുത്ത്, അപ്പോൾ ഗ്രാമ്പും പട്ടയും ഏലക്കൊക്കെ അതിൻ്റെ കൂടെ പോന്നു. അപ്പോൾ ഞാൻ ആ ഓട്ടത്തട്ടക്ക് ഊറ്റിയെടുത്തുകൊണ്ട് പിന്നെ നമ്മൾ അരിക്കന്നെ ഇട്ടെടുത്തു. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ വെള്ളത്തിൽ എത്ര ഉപ്പിട്ടാലും ഇങ്ങോട്ട് കാണൂല. പിന്നെ ഞാൻ കുറച്ചും കൂടി ഇട്ടെടുത്തേക്കണം, കല്ലുപ്പാണ് ഇട്ടെടുത്തത്. അങ്ങനെ അരിയൊക്കെ ഇട്ടെടുത്ത് അരി വേകുന്ന സമയം കൊണ്ട് ഞാൻ ചട്നിയും അതേപോലെ മയോണൈസൊക്കെ ഉണ്ടാക്കി എടുത്തേക്കണം കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, അതൊക്കെ പിന്നെ കുറേ കാണിച്ചതാണ്. അപ്പോൾ അങ്ങനെ അത് രണ്ടും ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടോ. അപ്പോൾ തന്നെ നമ്മൾ അരിയൊക്കെ വെന്ത് വന്നിക്കണം. നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. അരി ഇങ്ങനെ വേവായിന്ന് കാണുമ്പോൾ നമ്മൾ ആ അരി ഉണ്ടല്ലോ അതിങ്ങോട്ട് വളഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ഞാൻ വെന്തിക്കണം കേട്ടോ. അപ്പോൾ അരിയൊക്കെ ഒന്ന് ഊറ്റിയെടുക്കട്ടെ. അപ്പോൾ ചിക്കനൊക്കെ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടേന് കേട്ടോ. അപ്പോൾ അതിന് ചിക്കനൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിക്കണ്. അപ്പോൾ അതിന് പകുതി ചിക്കൻ ഞാൻ അങ്ങോട്ട് മാറ്റിയെടുക്കുകയാണ്. പകുതി ഞാൻ ചെമ്പിൽ തന്നെ വെക്കുകയാണ് കേട്ടോ. അതിൻ്റെ മുകൾക്കാണ് റൈസ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിന്ന് പകുതി ഗ്രേവി ഞാൻ എടുത്ത് വേറെ പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ചോറിൻ്റെ ലെയറിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നമ്മളെ മന്തിൻ്റെ റൈസിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ തക്കാളിയും അതേപോലെ ഉള്ളിയും ക്യാപ്സിക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ തക്കാളിയും കൂടി അടിച്ച് ചേർക്കുമ്പോൾ എന്തായാലും ഈ ഗ്രേവി ഉണ്ടാവും. അപ്പോൾ പകുതി ഗ്രേവി എടുത്തുകൊണ്ട് നമ്മൾ ചോറിൻ്റെ ലെയറിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റേക്കാരം മന്തിക്ക് ഉണ്ടാവുക. പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ ഊറ്റി വെച്ച ചോറ് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അതൊന്ന് നമുക്ക് നിരത്തി കൊടുക്കുക, കയ്യിൽ വെച്ചുകൊണ്ടൊന്ന് നിരത്തി കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള അരി ഞാൻ അങ്ങനെ അവിടെ ഊറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചുടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി കലക്കിങ്ങാണ്ട് അതിങ്ങനെ ലെയറിൽ ഇങ്ങനെ അതൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ചോറ് അങ്ങനെ അതും ഇട്ടെടുത്ത് എന്നിട്ട് അതൊന്ന് നിരത്തി കൊടുത്തിട്ട് പിന്നെ നമ്മളെ മഞ്ഞൾപ്പൊടിൻ്റെ വെള്ളവും അതേപോലെ ഗ്രേവി ഉണ്ടല്ലോ അത് കുറച്ച് നമ്മൾ അടുത്ത് മാറ്റി വെച്ച ഗ്രേവി ഇല്ലേ അത് അതിൻ്റെ ലെയറിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ പുറത്തത്തെ മന്തിയൊക്കെ വാങ്ങി കഴിക്കുമ്പോഴേ അതൊക്കെ അവിടെ അങ്ങനെ നിൽക്കും കേട്ടോ. ഈ മന്തി ഉണ്ടെങ്കിൽ
ഇത് അത്രക്കും ടേസ്റ്റാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊന്നും വാങ്ങി കഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഇത് മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. ഇനി ബാക്കിയുള്ള ചിക്കന് ഈ ചോറിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ നമ്മളിങ്ങനെ ഒന്ന് മൊരിച്ചെടുത്തുങ്ങാണ്ട് അതിൻ്റെ മുകൾക്ക് വെക്കുകയാണെങ്കിൽ അൽഫാം മന്തിൻ്റെ ആ ടെക്സ്ചർ ഉണ്ടല്ലോ അതേമാതിരി കേട്ടോ. ഇത് പിന്നെ ഇങ്ങനെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അങ്ങനെ ചിക്കനൊക്കെ റൈസിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചെടുത്തു. അതേപോലെ കുറച്ച് പച്ചമുളകും കുത്തി വെച്ച് കൊടുത്തുക്കും കേട്ടോ. ഈ കനലൊക്കെ വെച്ചങ്ങാണ്ട് പുകയിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ ഗ്യാസ്മേലായതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു 10 മിനിറ്റ് സിമ്മിലിട്ടുങ്ങാണ്ട് അടച്ച് വെച്ചങ്ങാണ്ടൊന്ന് വേവിച്ചാൽ നമ്മൾ അടിപൊളി ചിക്കൻ മന്തി സെറ്റാവും കേട്ടോ. ഇങ്ങനെ തോരാതെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴല്ലേ ബിരിയാണി ആണെങ്കിലും ചിക്കൻ മന്തി ആണെങ്കിലും കഴിക്കാനൊക്കെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക, കഴിക്കാനിങ്ങനെ തോന്നുമല്ലോ. അപ്പോൾ പുറത്ത് നല്ല തകൃതമായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുളി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ 2:30 സമയം. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മൂടി ഇങ്ങോട്ട് തുറക്കുമ്പോൾ നല്ല അടിപൊളി സ്മെല്ലേക്കാറ് കേട്ടോ. നമ്മൾ ഇവിടെ അല്ല, നമ്മൾ പെരയിലല്ല, നമ്മൾ ഹോട്ടലിലൊക്കെ പോയിരുന്ന് ഇങ്ങനെ കഴിക്കണ ആ ഒരു ഫീൽ ഇങ്ങനെ വരും കേട്ടോ. ആ മണം അങ്ങനെ വരുമ്പോഴേ ഞാൻ ചിക്കൻ ഇങ്ങോട്ട് മാറ്റി വെച്ചങ്ങാണ്ട് റൈസ് മാത്രം മിക്സ് ചെയ്ത് കണ്ട് അങ്ങനെയും കഴിക്കുക. റൈസും ചിക്കനും പാടെ രണ്ടും പാടെ മിക്സ് ചെയ്ത് കണ്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെയും പറയുകയാണ്, എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ട കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കൊണ്ട് കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല തണുത്ത മഴയും ഉള്ളിൽ നല്ല ചൂടുള്ള മന്തി അല്ലേ, ഇനി വേറെ എന്ത് വേണമല്ലേ. അപ്പം ഒരു പാത്രത്തിൽ കുറച്ച് ചോറും അതേപോലെ ഒരു പീസ് ചിക്കനൊക്കെ ഇട്ടെടുത്ത് ഇനി മക്കൾക്ക് ചോറ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മളെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതേപോലെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.